മാഹി പുഴയിൽ കാണാതായ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. കുട്ടിയെ പുഴയിൽ ചാടിയതായി സംശയമുണ്ടായ സാഹചര്യത്തിൽ മാഹി പുഴയിൽ 8 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. തമിഴ്നാട് സേലം കള്ളക്കുറിച്ചിയിലെ പാണ്ഡ്യൻ എന്ന മണ്ണാങ്കട്ടിയുടെയും മുനിയമ്മയുടെയും ഇളയ മകൾ പവിത്രയാണ് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെയാണ് കുട്ടിയെ കാണാതായത്. കല്ലായി അങ്ങാടിയിൽ വൈഷ്ണവ് ഹോട്ടലിന്റെ പിറകുവശത്തെ പുഴയിലാണ് കുട്ടി ചാടിയതെന്ന് കരുതുന്നത്. ന്യൂമാഹി MM ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. ഞായറാഴ്ച രാവിലെ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അമ്മ അത് തിരികെ വാങ്ങിയിരുന്നു. ഫോൺ തിരികെ വേണമെന്ന് കുട്ടി വാശി പിടിച്ചിരുന്നു. തുടർന്നാണ് കുട്ടിയെ കാണാതായത്. പുഴയോരത്ത് നിന്ന് കുട്ടിയുടെ ചെരുപ്പ് കിട്ടിയതും പുഴയിലിറങ്ങിയതിന്റെ കാൽപ്പാടുകൾ ചെളിയിൽ പതിഞ്ഞതുമാണ് കുട്ടി പുഴയിൽ ചാടിയതെന്ന് സംശയിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വൈഷ്ണവ് ടീ ഷോപ്പിൻ്റെ ബാക്കിൽ റൂമിൽ താമസിക്കുന്ന കുട്ടിയായിരുന്നു. അമ്മ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടാവുക. കുട്ടിയുടെ ചെരുപ്പും പുഴയിലൊക്കെ ഇറങ്ങിയ അടയാളവും കാണുന്നുണ്ട്. ആ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫയർഫോഴ്സിനെയും അതേപോലെ തന്നെ തലശ്ശേരി ന്യൂമാഹി പോലീസിനെയും വിവരം അറിയിക്കുകയും അവരൊക്കെ സ്ഥലത്തെത്തി ഈ പരിശോധന നടത്തുകയൊക്കെ ചെയ്തത്. അപ്പം ബാക്കി വിവരങ്ങളെക്കുറിച്ചിട്ട് നമുക്കൊരു കൃത്യമായ ധാരണയില്ല. നാട്ടുകാരും മാഹി അഗ്നിരക്ഷാ സേനയുമാണ് ആദ്യം തിരച്ചിൽ നടത്തിയത്. ന്യൂമാഹി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഉച്ചയോടെ തലശ്ശേരി അഗ്നിരക്ഷാ സേനയും തിരച്ചിൽ സേനയായ സ്കൂബ ഡൈവേഴ്സും ചേർന്ന് രാത്രി വരെ തിരച്ചിൽ നടത്തിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ വീണ്ടും തിരച്ചിൽ തുടരുന്നതിനിടെ മുകുന്ദൻ പാർക്കിന് സമീപത്തെ ബോട്ട് ജെട്ടിക്കരികിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 5ാം ക്ലാസ് മുതൽ പവിത്ര MM ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. കൂലിപ്പണിയെടുക്കുന്ന പാണ്ഡ്യന്റെ കുടുംബം 10 വർഷത്തിലേറെയായി ന്യൂമാഹി കല്ലായി അങ്ങാടിയിൽ വാടക മുറിയിലാണ് താമസം. സഹോദരങ്ങൾ ശരവണൻ, കോകില. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. MMC Mahi Medical and Diagnostic Center.